ഹലോ നമസ്കാരം. ഞാൻ സതീഷ് വയനാട് വണ്ടിമലി. ഞാനേ നമ്മുടെ ഈ വയനാട്ടിന്റെ ഗ്രാമഭംഗിയൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോണ്ടല്ലോ, ഇവിടെ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. അപ്പോ നമ്മളെ ഈ നാട്ടിലുള്ള നമ്മുടെ രാമകൃഷ്ണേട്ടനായിട്ട് ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. നമസ്കാരം രാമകൃഷ്ണേട്ടാ. നമസ്കാരം. നമസ്കാരം രാമകൃഷ്ണേട്ടനെ എനിക്ക് ഇവിടെ വെച്ച് കാണാൻ കഴിയുന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇപ്പൊ കണ്ടപ്പോ എനിക്ക് ഈ കൃഷിന്റെ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സ്ഥിതി? എന്താ അറിയേണ്ടത് എന്ന് വെച്ചാല് നമ്മുടെ ഈ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞിക്കല്ലേ, അപ്പോ ഇവിടുത്തെ കാലാവസ്ഥക്ക് എന്താണ് സ്ഥിതി? നെല്ലിനെ പറ്റിയൊക്കെ നെല്ലിനെ പറ്റി പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പൊ വളരെ നല്ലതാണ്. തണുപ്പ് കൂടുതലുണ്ട്. തണുപ്പ് കൂടുതലുള്ളതുകൊണ്ട് നെല്ല് ലേശം കുറവാണ്. പിന്നെ പന്നിശല്യാണ് കാര്യമായിട്ടുള്ളത്. പന്നിശല്യം. അതിനാണ് ഈ നെറ്റ് കെട്ടിയിരിക്കുന്നത് അല്ലേ? അതിനാണ് ഈ നെറ്റ് കെട്ടിയത്. അത് ശരിയാ. അപ്പൊ പന്നിശല്യം അല്ലാതെ വേറെ എന്തെങ്കിലും മാന്റെ അങ്ങനെ ആടിന്റെ ഒന്നുമില്ല. ഇല്ല. കുരങ്ങന്റെ ഇല്ല. പിന്നെ കുറച്ച് ആറ്റക്കിളികളൊക്കെ ഉണ്ട്. കിളികൾ വല്ലാതെ നെല്ല് ആണല്ലേ? പഴയ കാലം അനുസരിച്ച് അപേക്ഷിച്ച് ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പോഴാണ് കൂടുതൽ. പണ്ടത്തേക്കാളും കൂടുതൽ കൃഷി നശിപ്പിക്കുന്നത് ഇപ്പോഴാണ്. അത് എന്ത് മൃഗങ്ങളാ? വന്യമൃഗങ്ങളിൽ എന്താ? വന്യമൃഗങ്ങളിൽ കാര്യമായിട്ട് പന്നി തന്നെ ഉള്ളൂ. ഈ പന്നി ഒന്നാമത് വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ മലയിൽ ഇപ്പൊ ആരുമില്ല താമസക്കാർ. മറ്റേത് ആൾക്കാർ കൂടുതലുണ്ടാവും. അപ്പോ കാട് വെട്ടി തെളിച്ച് അമ്പൂത്തിമല. പുതിയ തലമുറ കൃഷിയിലേക്ക് വരിക പറഞ്ഞാൽ അവർക്ക് ഈ കൃഷിയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം എന്താ പറഞ്ഞാൽ അവരെ ചെലവും പഴയ ആൾക്കാരെ ചെലവും കൃഷി ചെലവുമായിട്ട് വളരെ മാറ്റമുണ്ട്. അതൊക്കെ ഇതിനൊരു ബാധിക്കും. നല്ല ബാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചിട്ട് അവര് ജീവൻ നിലനിർത്തി പണിയെടുക്കും. ഇപ്പോൾ ഉള്ളവരത് ചെയ്യൂല. അവർക്ക് പൈസ വേണം, അങ്ങനെ നിലനിർത്തും വേണം. താല്പര്യം കൊണ്ട് ചെയ്യുന്നത് അതങ്ങനെ തന്നെ. താല്പര്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞാൽ ഒരു 7-8 മാസം വിഷമില്ലാത്തൊരു ഭക്ഷണം കഴിക്കാം. അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ വൈക്കോല് എന്ന് പറഞ്ഞാൽ 2 പോത്തിന്റെ ആദ്യം പശുക്കളുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊരു ഭക്ഷണമായി നമ്മൾ വൈക്കോല് വാങ്ങാണ്ട് കഴിയും. പിന്നെ ഇതിലേക്ക് എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു 100-300 പാട്ട ചാണകപ്പൊടി വേണം. അത് പുറത്തുനിന്ന് വാങ്ങാത്ത 50 രൂപയാണ് ഒരു ടിന്ന് ചാണകപ്പൊടി. ഇതിപ്പോ അവനെ എടുത്തുണ്ടാവുമ്പോ ഇഷ്ടംപോലെ വാങ്ങി. പശുക്കളെ ഒഴിവാക്കി. ഇപ്പൊ 2 പോത്തേ ഉള്ളൂ. കാരണം പശുക്കളെ ഒഴിവാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമല്ലാതെ. ഈ സ്ഥലത്തൊക്കെ വന്നപ്പോഴേ എനിക്ക് തോന്നിയുള്ള കാര്യം വെച്ചാൽ ഇവിടെ നല്ല ഒരു കൃഷി സ്ഥലമായിട്ട് അല്ലെ? കൃഷി പണ്ടൊക്കെ നന്നായിട്ട്. ഇപ്പൊ ഇവിടെയൊക്കെ കവുങ്ങൊക്കെയാണ് വരുന്നത്. ഇപ്പൊ ഈ നെല്ലൊക്കെ കുറഞ്ഞു വരികയാണ് അല്ലെ? കൃഷി കുറഞ്ഞു. ഇപ്പൊ ഇല്ല. ഇവിടെ നിങ്ങട്ടെ ചെയ്യുന്നുള്ളൂ. അത് അമ്പലയിലുള്ള ഒരാളതാണ്. അതിൽ അയാൾ ഒന്നും ചെയ്യില്ല. 1.5 ഏക്കർ സ്ഥലം. അതിന്റെ അപ്പുറം അമ്പലയിലുള്ള തണ്ണി നിറഞ്ഞു. ആരും ചെയ്യുന്നില്ല. കൃഷി കുറവാണ്, പൊതുവെ കുറവാണ് അല്ലേ? പിന്നെ ഇപ്പൊ കാര്യമായിട്ട് ഇവിടെ ഞാൻ തന്നെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതാവുമ്പോ ശല്യം കൂടും. ഈ ശരിക്കും വന്യമൃഗങ്ങളുടെ മാത്രമല്ല ബാക്കിയുള്ള ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളും കൊണ്ട് ഒക്കെപ്പാട് കൂടിയാണ് ഈ നെൽകൃഷിയിൽ നിന്ന് എല്ലാവരും പിന്മാറുന്നത്. അതെ, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇത് അത്ര ലാഭമൊന്നുമില്ല. അതെ, അതെനിക്കറിയാം. പിന്നെ അതിൽ ഒന്നാമതുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം 4 ഇതിപ്പോ പറഞ്ഞാൽ ഒരു 7-8 മാസം കഞ്ഞി കുടിക്കാനുള്ള കിട്ടും. അത്രേ കിട്ടൂ. അപ്പൊ അതിൽ വെച്ചാൽ നല്ല വിഷമില്ലാത്ത കഴിക്കാം. വാഴേന്റെ മണിത്തട്ട് അത് തോരൻ വെക്കാനാണ്. പിന്നെ വാഴേന്റെ ഇണ്ണിത്തണ്ട്, ഇതൊക്കെ നല്ല സാധനങ്ങളാണ്. അത് വയറ്റ് ചെന്നാലും നന്നു. ഞങ്ങൾ അങ്ങനത്തെ ഒക്കെ പഴയ അതേമാതിരി മത്തന്റെ ഇലയൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാ കഴിക്കല്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇറച്ചി മീനും വളരെ കുറവാണ്. പിന്നെ വിഷാംശം ഇല്ലാത്തതാണ് അധികം കൂടുതൽ കഴിക്കുന്നത്. ഇതില് ജൈവവളമാണ് കൂടുതലും. അതെ, ഇതിലതേ ഉള്ളൂ. ജൈവവളം ഉള്ളൂ. അത് ശരി. അതിനാണ് ഈ ചാണകവും ചപ്പുമാണ് കാര്യമായിട്ട് ഇടുന്നത്. ചാണകവും ചപ്പും പിന്നെ കുറച്ച് യൂറിയ ഇടും. അതെന്താ ഈ ചാണകവും ചപ്പിന്റെയും വലിച്ചെടുക്കണമെങ്കിൽ യൂറിയ വേണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കൂടുതൽ രാസവളമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ വാഴ കൃഷി കുറവാണ്. വാഴ ഇതിൽ പറ്റൂല. മണലാണ്. വാഴ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ വാഴ ഒരു പകുതി ആകുമ്പോഴേക്ക് പഴുക്കും. അത് ഇതും പഴുക്കും. അതുകൊണ്ടാണ് വാഴ വെക്കാത്തത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമുള്ള സ്ഥലം. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ ഓടണം. അവിടെ ചെറിയ 2 ചാക്കിട്ട കണക്കെട്ടായി. പിന്നെ വെള്ളം ഇങ്ങോട്ട് കയറിക്കും.
നമ്മൾ ഈ അടക്കല് ഈ ഗേവിന്റെ സൈഡിലൊക്കെ വെച്ചാല് കുറെ ഫോറസ്റ്റ് പോലെ കിടക്കാണല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് പന്നിശല്യം ഒക്കെ പന്നി കൂടുതലാണ്. പന്നി കൂടുതലാണ്. പന്നിയുള്ളൂ, അല്ലാണ്ട് വേറെ മൃഗങ്ങളൊന്നും. മൃഗങ്ങളൊന്നുമില്ല. ഇത് ഏതാണ് നെല്ലാണ്? ഇത് വലിച്ചൂരിയാണ്. വലിച്ചൂരി. ശരി. കൂടുതൽ വിളയോ? കൂടുതലും കുഴപ്പമൊന്നുമില്ല. ഇക്കൊല്ലം നടന്ന ഈ മഴ കൂടിയിട്ടാണ് നെല്ല് ലേശം കുറവ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ വയനാട്ടിലെ പല സ്ഥലത്തിനെക്കാളും കൂടുതൽ ഇവിടെ ക്ലൈമറ്റ് കുറച്ചുകൂടി തണുപ്പ് കൂടുതലുണ്ടാവും. നല്ലൊരു അന്തരീക്ഷം. ലേശം തണുപ്പ് കൂടും. ഇങ്ങനെയുള്ള സ്ഥലം വയനാട്ടിന്റെ പഴയ ഒരു ഓർമ്മ തോന്നുന്നുണ്ട് എനിക്ക്. അതേമാതിരി ഇത് മാത്രമല്ല, നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ അതും പഴയ വീടാണ്. ഒരു 10-65 വർഷം പഴക്കമുണ്ട്. ആദ്യം അതൊരു വീട് ഇപ്പൊ അടുത്ത് ഇവിടെ ഒന്നുമില്ല. അതെല്ലേ? കോൺക്രീറ്റ് വീടൊന്നും അതിനൊന്നുമല്ല. പണ്ട് ചുമരൊക്കെ തേക്കുന്നത് പിന്നെ മണ്ണും കുമ്മായും കൂടി മിക്സ് ആക്കിയിട്ടാന്നൊക്കെ പറയുന്നത് അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ തട്ട് വരെ 9 ഇഞ്ചിന്റെ കട്ട, മൺകട്ട. അത് 2 വരി. അപ്പൊ 2 വരി പറയുമ്പോ വെച്ച് നല്ല മണ്ണുണ്ടാവും. പിന്നെ ഓടാണ്. അതിന്റെ ഉള്ളിൽ എപ്പോഴും നല്ല തണുപ്പാ. അല്ല ഇവിടെ തന്നെ ഇപ്പൊ ഞാൻ ഈ വെയിലത്താണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും വെയിലത്ത് നിൽക്കുമ്പോഴും തണുപ്പുണ്ട്. നല്ല എനിക്കത് വേണമെന്നുണ്ടെങ്കിൽ ഏതായാലും ഇത്രയല്ലേ, ഒരു 2 മിനിറ്റ് ഒന്ന് വീട്ടിലേക്ക് വന്നാൽ വീടും കണ്ട് വീട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. കൊയ്യുന്നില്ല, കാരണം വെച്ചാൽ പെണ്ണുങ്ങളെ കിട്ടാനില്ല. നടാൻ കൊല്ലം പെണ്ണുങ്ങളെ കിട്ടിയ കഴിഞ്ഞ വർഷം വരെ പെണ്ണുങ്ങൾ തന്നെയായിരുന്നു. ഈ ആദിവാസികളാണ് വരവ്. മറ്റേ നമ്മളെ ആൾക്കാരൊന്നും ഇറങ്ങൂല്ലോ. ഇപ്പൊ പൈസ ആയിപ്പോയി പെണ്ണുങ്ങളെ. തൊഴിലുറപ്പിന് പോയിട്ടും സ്ഥിരമായിട്ട് പൈസ ഉണ്ട്. മറ്റേ പൈസനൊക്കെ വേണ്ടിട്ട് കാത്തിരിക്കും. ഇപ്രാവശ്യം നടന്ന് എന്റെ കാല് തെയ്യാന്നല്ലാണ്ട് കിട്ടിയില്ല. പിന്നെ ഒരു ദിവസം വണ്ടിയും വിളിച്ച് നടന്നു. ശരിക്കും അങ്ങനെ വരുമ്പോ ഈ കൊയ്ത്ത് ഇതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല ശരിക്കും. അങ്ങനെ കഴിഞ്ഞ് പിന്നെ കണ്ടിരുന്ന ഈ വയലിന്റെ അങ്ങേ മറിയില് മതിയന്ത്രം വന്നു. അപ്പൊ അതിനു വേണ്ടി അതില് അവരെ വിളിച്ച് ഇന്നലെ ഒരു 1:30 അതിന് വന്നപ്പോ ഒരു മണിക്കൂർ കൊയ്യണേന് 2800. ഈ മെതിയന്ത്രം എന്ന് പറയുമ്പോഴേ അപ്പൊ അതില് ശരിക്കും ഈ നെൽമണിയൊക്കെ തെറിച്ചു പോകുന്നു. തെറിച്ചുകൊണ്ട് അതതിന്റെ മുന്നിൽ ഒരു വലിയൊരു ഫ്രെയിമാ, 4-5 ഈ പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ട് അതിന് ആ ഫ്രെയിം ഇങ്ങനെ തിരിയുക. അപ്പൊ അത് തിരിയുമ്പോ മുന്നിലെ മണിയൊക്കെ തെറിക്കും. ബാക്കി ഇങ്ങനെ ഈ വലിച്ച് അതിന്റെ ഉള്ളിൽ കയറ്റി പിന്നെ ആ അല്ലറ് ഫുള്ളാവുമ്പോഴാണ് വണ്ടി നിർത്തുള്ളൂ. പിന്നെ നോക്കാൻ ഇവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ കോലൊന്നും ഇല്ലാന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ മുകളിൽ ഊരിട്ടില്ല. അതൊക്കെ അവിടെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അത് ഏതെങ്കിലും കുട്ടികൾക്ക് കാണാൻ വേണ്ടി. അതെ, അതൊക്കെ ഓരോ ഓർമ്മയാണ്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. പിന്നെ അവിടെ വലിയൊരു ഉരലുണ്ട്. ഉരലിനൊരു 10-65-70 വർഷം പഴക്കമുണ്ട്. അത് ശരി. നല്ല അയിനീന്റെ ഒരു ഉരല്. അതൊക്കെ ഇപ്പൊ ഒരു ഓർമ്മയായി മാറിയില്ലേ? ഈ വണ്ണം ഉണ്ടോ? അത് ശരി. അയിനിയ ഉരൽ എന്ത് മരമാണ് ശരി? അയിനിയിലാണ് ഉരൽ ഉണ്ടാക്കുന്നത്. അയിനിയിലാണ് അല്ലേ? അയിനി അല്ലെങ്കിൽ പ്ലാവ് ശരിക്കും. അപ്പൊ ഈ നമ്മുടെ നഖം ഉണ്ടാക്കിയത് അതെങ്ങനെയാണ്? അത് കൊന്ന തേക്ക്, കുമഴ്. അത് ശരി. ഇങ്ങനെ ഓരോന്നിനും ഓരോ മരങ്ങൾ ഉപയോഗിക്കൂലേ? ഈ കൊന്നയ്ക്ക് ബേറ്റ് കൂടിയല്ല അത് പെട്ടെന്ന് പൊട്ടൂല. അതിനാണ്. ഓ അത് ശരി. മറ്റേത് ഈ മരം പൊളകി തേക്കൊന്നും ഒരു കാലത്തും പോകൂല. ഓരോന്നിനും ഓരോ മരങ്ങളാണ് ശരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ? നല്ല കൂളിങ്, നല്ല ഇതാട്ടോ. ചാണകം മെഴുകിയ നിലത്തിലൊക്കെ ചവിട്ടിയിട്ട് കുറെ കാലമായി. നല്ല ഒരു ഇതാ. പണ്ടൊക്കെ ഇങ്ങനെയാണല്ലോ. ഈ പണ്ട് ഇങ്ങനെ ചാണകം മെഴുകിയിട്ട് അതിലാണ് അല്ലേ നമ്മുടെ ഈ ഒക്കലിന്റെ സമയത്ത് ഒരു കുറ്റി ഇട്ടും ഒരു കാര്യനെ കൊണ്ട് ഇങ്ങനെ കുടിക്കും. അതെ, വലിയൊരു കല്ലുണ്ടാവും. കല്ല് ഇവിടെ ഉണ്ട്. ഒക്കലിടുന്ന കല്ലുണ്ട്, ഞവരിയുണ്ട്, കരിയുന്നതുകൊണ്ട് എല്ലാം ഉണ്ട്. ആണല്ലേ? അതൊന്നും കളഞ്ഞിട്ടില്ല. പണ്ട് 2 പോത്തുകൾ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി നടത്തിയിട്ട് നമുക്ക് എന്നാല് ആ ഒക്കലിടുന്ന സ്ഥലത്തേക്ക് പോയാൽ ആയിക്കോട്ടെ.
പശുക്കളൊക്കെ വിട്ടു ആണല്ലേ? ഇതൊക്കെയാണ് പൊക്കലിടുന്നത്. ഇവിടെയാണല്ലേ? ഇവിടെ കളമൊന്നും വൃത്തിയാക്കും. ഇതാണ് ഞവരി. അത് ഇങ്ങനെ പിടിച്ചാൽ മണ്ണ് ലെവലിൽ പോവും. അതേ സ്ഥാനത്ത് മണ്ണ് നമുക്ക് ഇവിടെ പൊന്തിയിട്ടാണ് അവിടെ താഴ്ന്ന സ്ഥലമാണെങ്കിൽ ഈ സാധനം ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ നിൽക്കണം കേട്ടോ. ഈ ഭാഗത്ത് നല്ല വെയിറ്റുള്ള സാധനം കാണുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെയാണ് പിടിക്കുക. തേക്കാണല്ലേ? തേക്ക. എന്റെ പൊന്നെ, വേറെ ഒരു സാധനല്ലേ ഇങ്ങനെ കുത്തി ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന? അത് മുള്ള്. അത് ശരി. അത് ഈ പൊടിക്കൊക്കെ പറ്റും. പൊടിക്ക്. പിന്നെ ഇങ്ങനെ എന്താ ഊർച്ച എന്ന് പറയുന്നത്? ഊർച്ചമരം. അത് വേറെ. ഈ ഒക്കലുകല്ലൊക്കെ ശരിക്കും പറഞ്ഞിട്ട് ഒരു ഓർമ്മയായി കേട്ടോ. ഒക്കലുകല്ലൊക്കെ ഇതൊന്നും ഇപ്പൊ എവിടെ ഇല്ല. അപ്പൊ നമ്മുടെ ഈ ഒക്കലുകല്ല് എന്ന് പറയുന്നത് എന്താ സംഭവം എന്നറിയോ? ഒക്കലുകല്ലിനെ പറ്റി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതാണ് ഒക്കലുകല്ല്. ഒക്കലുകല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം ഉണ്ടാക്കും. ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാവും ഇങ്ങനെ ചതുരത്തിൽ. എന്നിട്ട് 2 ബയറിങ് വെച്ചിട്ടാണ് ഈ ഫ്രെയിം ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രെയിമിന് ഇവിടെ ഒരു കുളത്തുണ്ടാവും. ഈ കുളത്തിൽ നിന്ന് അങ്ങോട്ട് 2 കമ്പി ഉണ്ടാവും. ആ കമ്പിയിൽ നിന്ന് നോർത്തുമ്മക്ക് ഇട്ടുക. എന്നിട്ട് പോത്തങ്ങ് വലിക്കുക. പിന്നെ പോത്ത് വലിക്കുക. വലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചാല് നമ്മള് സഹായിച്ചു കൊടുക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ തറവാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അല്ലാണ്ട് വലിച്ചാൽ പോകില്ല. അതൊക്കെ ഒരു ഓർമ്മയായി. പണ്ട് അതൊരു ഇത്ര പൊക്കത്തിലൊക്കെ ഇടും നമ്മള്. എന്നിട്ട് അവരെ കൊണ്ടങ്ങോട്ട് ആദ്യം കുറച്ച് ചവിട്ടിച്ച് താത്തിയിട്ട് പിന്നെ ഇത് വലിക്കുക. അതെല്ലാം ഒരു ഓർമ്മ. ഇതൊക്കെ ഇങ്ങനെ ഒരു സൂക്ഷിച്ചു വെക്കാൻ ഞാനിത് പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എത്ര ആള് ചോദിച്ചു അറിയോ? കൊടുക്കരുത്, തരൂല അറിഞ്ഞ. ഇതൊക്കെ ഒരു ഓർമ്മയായി. എന്താ വെച്ചാല് ഇനിയിപ്പോ ഇത് തേക്കല്ലേ ഇത്? അതെ. ഇന്നൊന്നും ഇങ്ങനെ പിടി തേക്ക്. ഇത് വേങ്ങ. ഇതിലാണ് നമ്മള് കുളത്തിടുക. അത് ശരി. കുളത്തൊക്കെ ഇവിടെ ഉണ്ട്. അതങ്ങ് ഇട്ടിട്ട് നോർത്തേക്ക് പിടിച്ച് കെട്ടിയാൽ അങ്ങനെയാണ്. അങ്ങനെ പോണ്. പിന്നെ ഇപ്പൊ ഞാൻ അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്തായാലും ഈ ഒരു കളത്തിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. ഈ ഒരു കളം എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും എങ്ങനെയായിരുന്നു? ഇത് ചാണകം മെഴുകി. രാമേശ്വരൻ പറഞ്ഞു ഈ കളം ഉണ്ടല്ലോ, ഈ കളത്തില് ഇവിടെ ചാണകം മെഴുകി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നെല്ല് കറ്റ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒക്കലുകല്ല് വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് ഇതില് മെതിച്ചെടുത്തു കഴിഞ്ഞാൽ അടുത്ത പടി എന്താ വെച്ചാൽ നെല്ലുണക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാപ്പി പറക്കേണ്ട സീസൺ. കാപ്പി പറക്കൽ. ഇപ്പൊ കാപ്പി അതാ പഴുത്ത് നിൽക്കുകയാണ്. അപ്പൊ ഈ കാപ്പി കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാപ്പി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് പിന്നെ ചാണകം കുത്തിയിടും. പിന്നെ ചാണകം കുത്തിയിട്ട് ഇവിടെ ഇട്ടിട്ട് ഉണക്കും. ഇത് കഴിയുമ്പോഴത്തേക്കും മഴക്കാലാവും. ഇതാണ് ഈ കളത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇവിടെ പുളിമരൊക്കെ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ വീടുകളിലൊന്നും, പഴയ തറവാടുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. തറവാടുകളിലൊക്കെ തന്നെയാണ് ഇപ്പൊ കാണുന്നുള്ളൂ. പുതിയ പുളിമരം ഒന്നും ഇവിടെ അടുത്തൊന്നുമില്ല. ഇവിടെ വരുമ്പോ എനിക്ക് പഴയ കുറെ ഓർമ്മകൾ വരുന്നുണ്ട്. പിന്നെ ഈ തൊഴുത്തിന്റെ മേലെയൊക്കെ നല്ല മത്തനും കുമ്പളനും. അപ്പൊ എന്തായാലും ഞങ്ങളെ എന്നാല് നിർത്തിയിട്ട് അടുത്ത എപ്പോഴേലും വരുന്ന സമയത്ത് ഇതിലെ കയറാം. പിന്നെ വീഡിയോ കാണണം. ഓക്കെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ആയിക്കോട്ടെ. ഇതാണ് കാരണം വരെ നമ്മളെ പുളിയും പൂക്കുന്ന പുളിമരം നല്ല ഈ നമ്മളെ പുളിയും പൂക്കുന്ന പറഞ്ഞില്ലേ, അതാണ്. നമ്മുടെ പുളിയും പൂക്കും അല്ലേ? അതാണ് നന്നായിട്ട് പുളിയായി നിൽക്കുന്നുണ്ട്. ഇനി ചിലപ്പോ അധികം കായ ഉണ്ടാവും. ഇപ്പൊ പഴുക്കാനായി തുടങ്ങി.